സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വന്നേക്കുന്നത് 10th പ്രിലിംസിന്റെ റിസൾട്ടിന്റെ അപ്ഡേറ്റുമായിട്ടാണ്. അപ്പോൾ 10th പ്രിലിംസ് എക്സാം നമുക്കറിയാം 4 സ്റ്റേജ് ആയിട്ട് ഒരു 3 തസ്തിക 4 തസ്തിക എന്ന ലെവലിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ടിന്റെ അപ്ഡേറ്റിന്റെ കാര്യങ്ങളായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ന്യൂസിന്റെ ബേസിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 4 സ്റ്റേജ് ആയിട്ടാണ് 10th പ്രിലിംസ് എക്സാം നടന്നത്. ആദ്യത്തെ സ്റ്റേജ് 28, പിന്നെ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇതുവരെ 10th പ്രിലിംസിന്റെ ആൻസർ കീ അല്ല, നമ്മുടെ കട്ട് ഓഫും കാര്യങ്ങളും അല്ലാതെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളും എന്താ വരാത്തതെന്നൊക്കെ ഉള്ളത്, എലിജിബിലിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് പ്രൊഫൈൽ മെസ്സേജ് ഒക്കെ വരാത്തത് എന്താണെന്ന് എല്ലാവർക്കും സംശയമുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്റ്റേജ് എക്സാമും 4 ലെവലിലാണ് നടന്നത്. എല്ലാം ഒരേ ലെവലിലുള്ള എക്സാംസ് ആയിരുന്നില്ല. ആദ്യത്തെ സ്റ്റേജ് ഒക്കെ എഴുതിയവർക്ക് അത്യാവശ്യം ടഫ്, രണ്ടാമത്തെ ഒരു മിനിമം, മൂന്നാമത്തെ ഭയങ്കര ഈസി, നാലാമത്തെ അത്യാവശ്യം നല്ല ടഫ്, ആ ലെവലിലാണ് നടന്നത്. അപ്പോൾ ആ ലെവലിൽ നടക്കുമ്പോൾ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ ലെവലിൽ കട്ട് ഓഫ് ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻജസ്റ്റിസ് ആയി പോകും. അതുകൊണ്ട് തന്നെ ഒരു നോർമലൈസേഷൻ ഈ എക്സാംസിനൊക്കെ മൊത്തത്തിൽ വരാനുണ്ട്. ആ നോർമലൈസേഷൻ ചെയ്യാനാണ് ഇപ്പോൾ ഒരു ഡിലേ വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. മൊത്തത്തിലുള്ള ന്യൂസൊക്കെ നമ്മൾ നോക്കുമ്പോൾ അറിയാൻ സാധിച്ചത് നോർമലൈസേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രിലിംസിന്റെ റിസൾട്ടിന്റെ ഒരു താമസമുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഇത് എന്നായിരിക്കും ഇതിന്റെ ഒരു റിസൾട്ട് വരാനുള്ള ചാൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. മാർച്ച് ലാസ്റ്റോടുകൂടി എന്തായാലും വരും. അത് ഒരു ഏപ്രിൽ ഫസ്റ്റിലേക്ക് പോയാലും പറയാൻ പറ്റില്ല. കാരണം ഈ നോർമലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇച്ചിരി സംഭവം ഇച്ചിരി ടൈറ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ഏപ്രിൽ ഫസ്റ്റിലേക്ക് വരെ പോവാം. പക്ഷെ അതിനപ്പുറം പോവില്ല. ബിക്കോസ് മെയ് 21 ആണ് ഇതിന്റെ എക്സാമിന്റെ ഡേറ്റ് വന്നേക്കുന്നത്. അപ്പം എന്തായാലും ഒരു ഏപ്രിൽ ഫസ്റ്റിലേക്ക് സംഭവമൊക്കെ സെറ്റ് ചെയ്ത് ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട. അപ്പോൾ പഠിക്കാനുള്ളവർ പഠിച്ചോളാം, എല്ലാവരും തന്നെ പഠിച്ചോളാം. ഒരു കട്ട് ഓഫ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഒരു ലെവലിൽ ഒരു 60+ ഒക്കെ ലെവലിൽ വരുള്ളൂ. കാരണം ഇത് പ്രിലിമിനറി ആണ്. പ്രിലിമിനറി അത്യാവശ്യം ആൾക്കാരെ എടുക്കാനും സാധ്യതയുള്ളതാണ്. പ്രിലിമിനറിക്ക് മെയിൻസിൽ വരുമ്പോഴാണ് കട്ട് ഓഫ് ഒരു വലിയ ലെവലിലേക്കൊക്കെ പൊതുവെ പോയി കണ്ടിട്ടുള്ളത്. അപ്പം ഒരു 60+ ഉള്ള എല്ലാവരും പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും പഠിച്ചോളാം. കാരണം ഇനിയിപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ASM വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ വർഷം എൻഡിൽ ASM ഒക്കെ ഇനിയിപ്പോ അപ്ലൈ ചെയ്തവർക്ക് അറിയാം, ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേക്ക് എക്സാം വരാനുണ്ട്. സിംഗിൾ ലെവൽ എക്സാം ആണ്. നമുക്കിപ്പോൾ ഇനി പഠിക്കാനുള്ള LDന്റെ അതേ സിലബസ് ആണ്. ASMന് LDന്റെ അതേ സിലബസ് ആണ്. പിന്നെ വരാനുള്ളതാണ് VFAയും ബെവ്കോ LDയും പിന്നെ LGSും. ഇതൊക്കെ നമുക്ക് ഡിസംബറിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. VFA ഒക്കെ എന്തായാലും വരും. ബെവ്കോ LDന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ചാൻസ്. പിന്നെ LGSും വരും. ബെവ്കോ LDന്റെ മാത്രമേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുള്ളൂ. VFAയും LGSും എന്തായാലും വരും. അപ്പൊ നിങ്ങളെല്ലാം പഠിച്ചോളാം. എനിക്കിപ്പോ എന്താണ് ഒരു സംശയത്തിൽ നിൽക്കുവാണെങ്കിൽ അത് പഠിച്ചോളാം. അതിൽ വേറെ വിഷയമൊന്നുമില്ല. നിങ്ങൾ എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ, അപ്പോൾ പഠിച്ചോളാം. ആ ലെവലിൽ 60+ ഉള്ളവരെല്ലാം പഠിച്ചോളാം. ബാക്കിയുള്ളവരും പഠിച്ചോളാം. അടുത്ത എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങോട്ട്. ഒരു മാർച്ച് അവസാനം ഏപ്രിലേക്ക് നമുക്ക് എന്തായാലും ഇതിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട, ഉഷാറിരുന്ന് പഠിച്ചോളാം. അപ്പോൾ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.